Every morning is oil pulling. Starts with oil pulling. എന്താണ് ഇവരൊക്കെ എന്നും രാവിലെ വായുടെ ആരോഗ്യത്തിനായി ചെയ്യുന്നത് എന്നറിയാമോ? നിങ്ങളിൽ പലരും കേട്ടിട്ടുള്ളതും ചിലർ ഫോളോ ചെയ്യുന്നതുമായ ഒരു പ്രാക്ടീസാണ് ഓയിൽ പുള്ളിംഗ് എന്ന് വെച്ചാൽ എണ്ണ ഉപയോഗിച്ച് വായ കവിൾ കൊള്ളുന്ന രീതി. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ശരിക്കും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എന്തൊക്കെയാണ് ഗുണങ്ങൾ? എന്നാൽ ഇത് ശരീരത്തിന് കുറച്ച് റിസ്കിയുമാണ്. ഇവയെക്കുറിച്ചെല്ലാമുള്ള സംശയങ്ങളുടെ കൃത്യമായ മറുപടിയാണ് ഈ വീഡിയോ മുഴുവനായും കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഡോക്ടർ സാറ, ഡെന്റൽ സർജനാണ്. വെൽക്കം ടു മൈ ചാനൽ. സത്യത്തിൽ ഈ ഓയിൽ പുള്ളിംഗ് എന്ന് പറയുന്നത് ഒരു പുരാതന ആയുർവേദ ചികിത്സാ രീതിയാണ്. ഇത് ചെയ്യേണ്ട രീതിയായി പറഞ്ഞിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ എടുക്കുക. അത് വെളിച്ചെണ്ണ, ഒലിവ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, എള്ളെണ്ണ പോലെയുള്ള ഓയിലുകളാണ് സജസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ വായ കൊപ്പിളിച്ച് തുപ്പിക്കളയാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ ശാസ്ത്രീയ വശം എന്താണ്? ഈ ഓയിൽ പുള്ളിംഗ് എന്നത് ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ആയതുകൊണ്ട് പല പഠനങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിലും ഇവ വായിക്ക് ഗുണമാണോ ദോഷമാണോ ചെയ്യുന്നത് എന്ന തെളിവുകൾ പരിമിതമാണ്. എന്നാൽ ഇപ്പോൾ നടന്നിട്ടുള്ള പഠനങ്ങളുടെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വിശകലനം ചെയ്യാം. ആദ്യം ഓയിൽ പുള്ളിംഗ് ചെയ്തത് കൊണ്ടുള്ള അനേകം ഗുണങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. അതെല്ലാം ശരിക്കും കിട്ടുമോ എന്ന് നോക്കാം. ആദ്യം തന്നെ പറയപ്പെടുന്നത് വായിലെ ഹാംഫുൾ ബാക്ടീരിയകളെ കുറയ്ക്കാൻ സഹായിക്കും എന്നാണ്. എന്നാൽ പഠനങ്ങൾ പറയുന്നത് ഓയിൽ പുള്ളിംഗ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ബാക്ടീരിയകൾക്ക് ഗണ്യമായ കുറവുണ്ടാകുന്നു എന്ന് പറയാൻ സാധിക്കില്ല. നോർമൽ ബ്രഷിങ്ങും ഫ്ലോസിങ്ങും പോലെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുമ്പോൾ തന്നെയാണ് വായിൽ ബാക്ടീരിയകൾ കുറയുന്നത്. വെറുതെ നമ്മൾ വായിൽ സാധാരണ വെള്ളം കൊണ്ട് കവിൾ കൊണ്ട് തുപ്പുമ്പോൾ അല്പം ബാക്ടീരിയകൾ വായിൽ നിന്ന് കുറയുന്നത് പോലെയുള്ള അതേ കുറവ് തന്നെയാണ് ഓയിൽ പുള്ളിംഗിലും ഉണ്ടാകുന്നത് എന്നാണ് പഠനത്തിൽ പറയുന്നത്. അതുകൊണ്ട് വായിൽ ബാക്ടീരിയകളെ കുറയ്ക്കാൻ കൃത്യമായി ഫ്ലോസിംഗ്, ബ്രഷിംഗ്, ടങ് ക്ലീനിംഗ് വഴി വായ വൃത്തിയാക്കുന്നതിനോടൊപ്പം ഓയിൽ പുള്ളിംഗും ചെയ്യുന്നതിൽ തെറ്റില്ല. പിന്നെ ഈ ഓയിൽ പുള്ളിംഗ് ചെയ്താൽ മോണരോഗം, അതായത് പെരിഡോണ്ടൈറ്റിസ് മാറ്റാൻ കഴിയുമെന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇങ്ങനെ ക്ലെയിം ചെയ്യുന്നതിനോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയുകയില്ല. പല്ലിനിടയിലും വായിലുമൊക്കെ ബാക്ടീരിയകൾ പ്ലോക്കുകൾ അടിഞ്ഞ് മോണയിലേക്കിറങ്ങി മോണരോഗമുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം ഓയിൽ പുള്ളിംഗ് വഴി ബാക്ടീരിയകൾ കുറയുമ്പോൾ, അതും വെള്ളം വായിൽ കൊപ്പിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ തോതിലുള്ള ബാക്ടീരിയകളുടെ കുറവ് വരുമ്പോൾ മോണരോഗങ്ങൾ കുറയ്ക്കും എന്ന് അവകാശപ്പെടുന്നത്. എന്നാൽ പെരിഡോണ്ടൈറ്റിസ് എന്ന മോണരോഗത്തിന് ഈ ബാക്ടീരിയകളുടെ ഓവർലോഡ് എന്ന ഒരു റീസൺ മാത്രമല്ല ഉള്ളത്. അതിന് മറ്റനേകം കാരണങ്ങളുണ്ട്. അതുകൊണ്ട് പെരിഡോണ്ടൈറ്റിസ് ഭേദമാക്കാമെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഓയിൽ പുള്ളിംഗ് ചെയ്താൽ പല്ലിൽ പോടുകൾ മാറ്റാം എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ഈ ബാക്ടീരിയകളുടെ പ്രവർത്തനം മൂലമാണ് പല്ലിൽ പോടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ വായിൽ ബാക്ടീരിയ കുറയുമ്പോൾ പോടുകൾ കുറയും എന്ന അർത്ഥത്തിലായിരിക്കാം ഇങ്ങനെ ക്ലെയിം ചെയ്യുന്നത്. പക്ഷെ മനസ്സിലാക്കുക, ഒരിക്കൽ നിങ്ങളുടെ പല്ലിൽ പോട് വന്നാൽ അത് നിങ്ങളുടെ പല്ലിന്റെ ഇനാമൽ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഓയിലിന് നഷ്ടപ്പെട്ട നിങ്ങളുടെ ഇനാമലിനെയോ പല്ലിന്റെ ഭാഗങ്ങളെയോ പിന്നീട് പുനർനിർമ്മിക്കുവാൻ സാധിക്കുന്നതല്ല എന്ന് ഇതുവരെയുള്ള ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഓയിൽ പുള്ളിങ്ങിന് മറ്റ് ഡീസെൻസിറ്റൈസിംഗ് ടൂത്ത് പേസ്റ്റിനേക്കാളും പല്ലിലെ പൊളിപ്പ് കുറയ്ക്കാൻ കഴിയും എന്ന് ഒരു പഠന റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ ഓയിൽ പുള്ളിംഗ് ചെയ്യുന്നത് കൊണ്ട് അല്പമായ ബെനിഫിറ്റ് പല്ലുകൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് വായുടെ ശുചിത്വത്തിനായുള്ള മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഓയിൽ പുള്ളിങ്ങും ഉൾപ്പെടുത്താമെന്ന് പറയേണ്ടി വരും. എന്നാൽ ഈ ഓയിൽ പുള്ളിങ്ങിനെ അമേരിക്കൻ ഡെന്റൽ അസോസിയേഷൻ പോലെയുള്ള സംഘടനകൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് എന്നറിയാമോ? അതിനുള്ള കാരണം ഈ ഓയിൽ പുള്ളിംഗ് ചെയ്യുന്ന രീതിയിലുള്ള ഹൈ റിസ്ക് ഫാക്ടറുകളാണ്. അതിൽ ആദ്യം പറയേണ്ടത് ലിപ്പോയിഡ് ന്യൂമോണിയയാണ്. ഓയിൽ കുറേ സമയം വായിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ഇത് അറിയാതെ ലങ്സിലേക്ക് ആസ്പിറേഷൻ സംഭവിച്ചാൽ ഉണ്ടാകുന്ന മരണം വരെ സംഭവിക്കാവുന്ന കണ്ടീഷനാണിത്. അതുകൊണ്ട് തന്നെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കർശനമായും ഈ ഒരു പ്രാക്ടീസ് പിന്തുടരാൻ പാടുള്ളതല്ല. മാത്രമല്ല ഓയിലുമായി മിക്സ് ആയിട്ടുള്ള വായിലെ ടോക്സിൻ വയറിലേക്ക് എത്തിയാൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസും മറ്റ് അസ്വസ്ഥതകളും ഉണ്ടാക്കാമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. പിന്നെ പല്ല് വെളുപ്പിക്കാൻ കഴിയും എന്ന് ഒരു ആർട്ടിക്കിളിൽ പറയുന്നുണ്ടെങ്കിലും അവർ പരീക്ഷണം നടത്തിയത് ജീവനില്ലാത്ത പറിച്ചു കളഞ്ഞ എക്സ്ട്രാക്റ്റഡ് പല്ലുകളിലാണ്. അതിൽ തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ഈ ലിപ്പോയിഡ് ന്യൂമോണിയ പോലെയുള്ള റിസ്ക് ഉള്ളത് കൊണ്ട് അൺഎത്തിക്കൽ ആയതുകൊണ്ട് ജീവനുള്ള പല്ലുകളിൽ പരീക്ഷണം നടത്താൻ കഴിഞ്ഞില്ല എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള
ചില റിസ്ക് ഫാക്ടറുകൾ ഈ ഓയിൽ പുള്ളിങ്ങിനോടനുബന്ധിച്ച് ഉള്ളതുകൊണ്ടും ശാസ്ത്രീയമായുള്ള വ്യക്തമായ കണ്ടെത്തലുകൾ ഇല്ലാത്തതുകൊണ്ടുമാണ് പല ഡെന്റിസ്റ്റും ഈയൊരു മെത്തേഡ് സജസ്റ്റ് ചെയ്യാത്തത്. എന്നിരുന്നാലും അവരവരുടെ റിസ്കിൽ ഫലപ്രദമാണ് എന്ന് തോന്നുന്നവർ ഈയൊരു മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുന്നതിൽ യാതൊരു തടസ്സവുമില്ല. എന്നാൽ ഓർക്കുക, ഇതിനേക്കാളൊക്കെ എഫക്റ്റീവായതും മറ്റ് സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇല്ലാത്തതും വീട്ടിൽ തന്നെ ചെയ്യാവുന്നതുമായ ഒരു മെത്തേഡ് ഉണ്ട്. ചെറിയ ചൂടുള്ള ഉപ്പുവെള്ളം ഉപയോഗിച്ച് വായ കവിൾക്കൊള്ളുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്.